കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 കൊരിന്ത്യർ 1:4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടതയിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തീകരിക്കേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ഒക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഇവിടെ ഈ 2 കൊരിന്ത്യർ ലേഖനം പഠിച്ചു നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഉള്ള ആശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ആ കൊരിന്ത്യയിലുള്ളതായ സഭയിലുള്ള വിശ്വാസികളോട് ഈ വചനങ്ങൾ പറയുമ്പോൾ ഇത് നമുക്കും ഒരു ആശ്വാസമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ആശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കഷ്ടതയിലും ഉള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവായ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെതായ ആശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് പകരുമ്പോൾ തന്നെ കർത്താവായ ദൈവം നമുക്ക് ആശ്വാസവും തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോട് നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ പകരുകയുള്ളൂ. ഇവിടെ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ അനുഭവിച്ചതുപോലെ ആശ്വാസം നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം കർത്താവായ യേശു മതിയായ ദൈവമാണ്. എൻ്റെ ജീവിതത്തിനകത്ത് അനേക കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെതായ കഷ്ടതകളിൽ നിന്ന് എന്നെ വിടുവിച്ച കർത്താവായ യേശു ആണ് എന്ന് കൊരിന്ത്യയിലുള്ളതായ വിശ്വാസികളോട് പൗലോസ് വിളിച്ചു പറയുക. അതുകൊണ്ട് ആ ആശ്വാസം തരുന്ന ആ കർത്താവായ ദൈവം നിങ്ങളെയും ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവായ ദൈവമാണ്. ഇന്നും നമ്മുടെയും ജീവിതത്തിനകത്ത് ആശ്വാസമില്ലാതെ, ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ നമ്മൾ അലയുമ്പോൾ ഇവിടെ കർത്താവായ ദൈവം പറയുന്നു, ഞാൻ ആശ്വാസം തരുവാൻ തക്കവണ്ണം ഞാൻ മതിയായ ദൈവമാണ് എന്ന് ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ആശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാൻ തക്കവണ്ണം കർത്താവായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ആശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുന്നത്. അടുത്തത് പറയുന്നത് കഷ്ടതയിൽ പ്രൈസ് ദി ലോർഡ് എന്താണ് പറഞ്ഞത്? ആശ്വസിപ്പിക്കുന്നത് മാത്രമല്ല, ശക്തീകരിക്കേണ്ടതിന് ഹല്ലേലൂയ ഞങ്ങൾക്കുള്ള കഷ്ടതയിലൊക്കെയും അവൻ ഞങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ കർത്താവായ യേശു ഏത് കഷ്ടതകൾ വന്നാലും ശക്തീകരിക്കാൻ തക്കവണ്ണം നമ്മോട് കൂടെയുള്ള ഒരു കർത്താവായ ദൈവമാണ്. അപ്പോൾ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവ പൈതലേ, നാം ഒരിക്കലും പതറിപ്പോകുവാനല്ല, പ്രൈസ് ദി ലോർഡ്, പിന്നെയോ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവായ യേശു ആശ്വാസം തരുവാൻ തക്കവണ്ണം, നമ്മെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ, ശാന്തി നമ്മുടെ മേൽ പകരുവാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കർത്താവായ ദൈവത്തിൻ്റെതായ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി, ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി കഷ്ടത അനുഭവിച്ച ഒരു കർത്താവായ യേശുവാണ്. ആ കർത്താവ് ക്രൂശിൽ കടന്നുകൊണ്ട് പറയുകയാണ്, പിതാവാ ദൈവമേ, ഹല്ലേലൂയ ഇവരോട് ക്ഷമിക്കുമാറാകണമേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ എന്തെല്ലാം കുറ്റങ്ങളുണ്ടോ അത് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ ധൈര്യം കാണിച്ച ഒരു കർത്താവായ യേശുവാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നാം അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ളതായ
കുറവുകളെ ക്ഷമിക്കുന്ന കർത്താവാ ദൈവം, ശക്തി തരുന്ന കർത്താവാ ദൈവ, ബലം തരുന്ന ദൈവ. ഹല്ലേലൂയ. ആ കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവായ ദൈവം നമുക്ക് ആശ്വാസം തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പിതാവേ, ഇവർ ചെയ്യുന്നതെന്നാൽ ഇവരോട് ക്ഷമിക്കുമാറാകണമേ. കർത്താവിനെ ഉറ്റുകൊടുത്തവരുണ്ടായിരുന്നു, എന്നാൽ അതൊന്നും ഓർക്കാതെ കർത്താവിൽ പിതാവായ ദൈവത്തിലേക്ക് ഹല്ലേലൂയ ജീവനെ അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. പിന്നെയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ കർത്താവായ ദൈവ സകലത്തെയും ഹല്ലേലൂയ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആശ്വാസവും ഉറപ്പും ധൈര്യം തരുന്ന ഒരു കർത്താവായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങൾ നമുക്ക് ആ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ കർത്താവേ എനിക്ക് കൃപ തരണമേ, ശക്തി തരണമേ ഹല്ലേലൂയ എന്ന് ദൈവത്തോട് പറയുമ്പോൾ കർത്താവ് അതിജീവിക്കുവാനുള്ള കൃപ നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ പാദപെടുത്തിരിക്കുക, യഹോവയുടെ കരത്തിൽ താണിരിക്കുന്നവരെ ശക്തീകരിക്കുന്ന കർത്താവ്. ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം, എന്നും എന്നേക്കും ജീവിക്കുന്ന ദൈവമാണ്. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.